ഓക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോണ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ SSC ബയോളജിയുടെ അകത്ത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇതിനു മുമ്പ് നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം അതേ മോഡൽ ക്വസ്റ്റ്യനാണ് അതേ മോഡലാണ് നമ്മൾ ചെയ്തു പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിയറി എക്സ്പ്ലെയിൻ ചെയ്യും, അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ. ദെൻ നമ്മൾ നോർമലി നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്, വേറെ മാറ്റമില്ല. പിന്നെ ഇതിൽ പറ്റി കാര്യമായിട്ട് എനിക്ക് പറയാൻ അറിയത്തില്ല. ഞാൻ ഇതിൽ PhD കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. പക്ഷേ ഇതിൻ്റെ പുറകിൽ കുറച്ച് എഫേർട്ട് എടുത്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകളൊക്കെ കാണും. ഓക്കെ, നമുക്ക് ഏതായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ഇതിൻ്റെ സ്ട്രക്ചറുകൾ പറയുക, അതായത് ഇതിൻ്റെ അനാട്ടമിക്കൽ പോർഷൻ പറയുക. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഈ ഡൈജഷൻ നടക്കുന്നത്, അതേപോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് നമ്മുടെ നമ്മുടെ എന്താ പറയുക, ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 5 സെറ്റ് ഓഫ് കാര്യങ്ങളായിട്ട് തിരിക്കാം. ഒന്ന്, നമ്മൾ ഫുഡ് ഇൻടേക്ക് ചെയ്യുന്ന പ്രോസസ്സ്. ഫുഡ് ഇൻടേക്ക് ചെയ്യുന്ന പ്രോസസ്സ് ഇനി നിങ്ങൾക്ക് എന്തെന്ന് പറയാം? ഇൻജഷൻ എന്ന് പറയാം. എന്തെന്ന് പറയാം? ഇൻജഷൻ. INGESTION, ഇൻജഷൻ. അടുത്തതാണ് ഡൈജഷൻ. ഡൈജഷൻ ഡൈജഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള സബ്സ്റ്റൻസ് ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യുന്നു. അതാണ് ഡൈജഷൻ എന്ന് പറയുന്നത്. അടുത്താണ് അബ്സോർപ്ഷൻ. എന്താണ് അബ്സോർപ്ഷൻ? അബ്സോർപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡിനെ ബ്ലഡുമായിട്ട് മിക്സ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. നാലാമത്തെ പ്രോസസ്സാണ് അസിമിലേഷൻ. എന്താണ് അസിമിലേഷൻ? ASSIMILATION എന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്സോർബ്ഡ് ഫുഡ്, അത് അബ്സോർബ്ഡ് ഫുഡില്ലേ, അതായത് ബ്ലഡ് അബ്സോർവ് ചെയ്ത ഫുഡില്ലേ, അത് യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഈ പറയുന്ന അസിമിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഏറ്റവും അവസാനത്തെ പ്രോസസ്സാണ് ഡീഫെക്കേഷൻ. DEFECATION. അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് എന്ത് ചെയ്യുന്നു? ലാർജ് ഇൻഡസ്റ്റൈൻ എത്തുന്നു. ഓക്കെ. അവിടെ ഈ ബാക്ടീരിയസ് എന്ത് ചെയ്യുന്നു? അതിനെ ഫീസിസ് ആയിട്ട് മാറ്റുന്നു, അല്ലെങ്കിൽ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് ആയിട്ട് മാറ്റുന്നു. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡീഫെക്കേഷൻ. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇൻജഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ, ഡീഫെക്കേഷൻ. ഇൻജഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ, ഡീഫെക്കേഷൻ. ഓക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ അനാട്ടമിക്കൽ പാർട്ടിലോട്ട് വരാം. അനാട്ടമിക്കൽ പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ഞാൻ ഇതിൻ്റെ സ്ട്രക്ചർ പറഞ്ഞുതരാം. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വായിലാണ് ഡൈജഷൻ തുടങ്ങുന്നത്. അത്രയേ ഉള്ളൂ. നമ്മുടെ വായിലാണ് ഡൈജഷൻ എന്ന് പറയുന്ന എന്താ പറയുന്ന പ്രോസസ്സ് തുടങ്ങുന്നത്. ഇതിനൊക്കെ ഓരോരോ എന്താ പറയുന്ന ടെക്നിക്കൽ പേരുണ്ട്. അപ്പം നോർമലി പറയുമ്പോഴത്തേക്ക് മറ്റേ ലോക്കൽ നെയിമൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ ടെക്നിക്കൽ ടൈം, ഈ ബയോളജീൻ്റെ ഒക്കെ പ്രത്യേകതയൊക്കെ തന്നെ അതാണ്. എന്താണ് ടെക്നിക്കൽ ടേമുകൾ? അപ്പോൾ നമ്മൾ ഡൈജഷൻ തുടങ്ങുന്ന എവിടെയാണ്? മൗത്തിലാണ്. ഡൈജഷൻ തുടങ്ങുന്ന എവിടെയാണ്? മൗത്തിലാണ്. ഓക്കെ. ഞാൻ ആദ്യം ഇതിൻ്റെ സ്ട്രക്ചറുകൾ മാത്രമേ പറയുള്ളൂ. അപ്പോൾ മൗത്തിലാണ് ഈ പറയുന്ന ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. മൗത്തിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, പല്ലുണ്ട്. ഇത് ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. പല്ലുണ്ട്. അപ്പോൾ പല്ലിനെ ആദ്യമേ നമുക്ക് പല്ലിന്ന് തുടങ്ങാം. പല്ല് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര പല്ലാണ് ഉള്ളത്? ഞാൻ അടിയൊക്കെ കൊണ്ട് അവിഞ്ഞിരിക്കുന്ന ആൾക്കാരുടെ കേസല്ല പറയുന്നത്, നോർമൽ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരുടെ കേസല്ല പറയുന്നത്. 32 പല്ല് അല്ലേ? 32 പല്ല്. ഓക്കെ. അപ്പോൾ ഈ 32 പല്ലും ഒരുപോലെയല്ല ഇരിക്കുന്നത്. അതിനു മുമ്പ് ഈ പല്ലുകളുടെ കേസിൽ എനിക്ക് പറയാനുള്ള കാര്യമാണ് ഡെന്റീഷൻ. ഡെന്റീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പല്ലുകൾ നമ്മുടെ വായിൽ, ബക്കൽ കാവിറ്റി എന്നതിനെ പറയും. അതിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി രീതിനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്? ഡെന്റീഷൻ എന്ന് പറയും. നമ്മുടെ പല്ല്, മനുഷ്യന്മാരുടെ പല്ല് എന്ന് പറയുമ്പോൾ ബക്കൽ കാവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ഈ സാധനം ഇതാ, ഓറൽ ക്യാവിറ്റി. ബക്കൽ ക്യാവിറ്റി എന്ന് എഴുതിയിട്ടില്ലേ, അതിനെയാണ് ബക്കൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. അതിനകത്ത് ജോ സോക്കറ്റിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു എന്താ പറയുന്നത്, ജോ സോക്കറ്റിൽ ഇങ്ങനെ പല്ലുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി ഉണ്ടല്ലോ,
ഇതിനെ പറയുന്ന പേരാണ് തീക്കോഡെന്റേറ്റ് ഡെന്റീഷൻ. എന്താണ് തീക്കോഡെന്റേറ്റ് ഡെന്റീഷൻ? തീക്കോ ഡെന്റ് തീക്കോഡെന്റ് ഡെന്റീഷൻ. ഓക്കെ, തീക്കോഡെന്റ് ഡെന്റീഷൻ. ഇനി ഇത് മാത്രം നമുക്ക് നോക്കിയാൽ പോരാ. ഇനിയിപ്പോൾ നമുക്ക് പല്ലിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ചില ആനിമൽസിൽ എല്ലാ ടൈപ്പ് പല്ലും ഒരുപോലെ ആയിരിക്കും. ചില ആനിമൽസിൽ എല്ലാ ടൈപ്പ് പല്ലും ഒരുപോലെ ആയിരിക്കും. അതിനെ നമ്മൾ എന്ത് പേര് പറയും? ഹോമോ എന്ന് പറയുമ്പോൾ സെയിം, ഹോമോഡെന്റ് ഡെന്റീഷൻ എന്ന് പറയും. ഒരേപോലത്തെ ആണെങ്കിൽ എന്ത് ചെയ്യും? ഹോമോഡെന്റ് ഡെന്റീഷൻ. ഇനിയിപ്പോൾ മനുഷ്യന്മാരൊക്കെ കേസ് എടുത്ത് അറിയാം, എല്ലാ പല്ലും ഒരുപോലെയല്ല. നമ്മുടെ എല്ലാ പല്ലും ഒരുപോലെയല്ല. അതിനെന്തെന്ന് പറയും? ഹെറ്ററോഡെന്റ് എന്ന് പറയും. ഹെറ്ററോഡെന്റ്. അതാണ് ആദ്യത്തെ ഈ പറയുന്ന പല്ലിനെ പറ്റി നമുക്ക് പറയാനുള്ള ഹെറ്ററോഡെന്റ് ഡെന്റീഷൻ. ഞാൻ ഈ പറയുന്ന ഐറ്റത്തിൽ ഒരു സാധനം പോലും നിങ്ങൾക്ക് കളയേണ്ടി വരത്തില്ല. അതിപ്പോൾ മനസ്സിലാകത്തില്ല, നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്ക് മനസ്സിലാകും. ഇനിയിപ്പോൾ നമുക്ക് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ജനിക്കുമ്പോൾ ഉള്ള പല്ല് അല്ല ഈ പറയുന്ന അവസാനം ഉണ്ടാകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിലിരിപ്പ് കാരണം പോണതല്ല. ഈ പറയുന്ന നമുക്ക് ആദ്യമേ കൊച്ചുനാളിൽ പല്ല് വരും. അത് മറ്റേ എന്താ പറയുക, ഈ പറയുന്ന നൂലൊക്കെ കെട്ടി വലിച്ചെടുത്ത് കളയുക, അങ്ങനത്തെയൊക്കെ പരിപാടി വെച്ച് എടുത്ത് കളയുന്ന പല്ലുകൾ കാണും. എന്നിട്ട് പുതിയ സെറ്റ് ഓഫ് പല്ല് വരും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അതിനെ നമുക്ക് ഈ ബയോളജിയിൽ ടെക്നിക്കലായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് മോണോഫൈഡന്റും ഡൈഫൈഡന്റും. മോണോഫൈഡന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ജനിക്കുമ്പോൾ ഒരു സെറ്റ് ഓഫ് പല്ലുണ്ടാകത്തില്ലേ, അത് നമ്മുടെ മരണം വരെ നിലനിൽക്കുവാണെങ്കിൽ അതിന് നമ്മൾ മോണോഫൈഡന്റ് എന്ന് പറയും. എന്തെന്ന് പറയും? മോണോഫൈഡന്റ്. അതേസമയം മനുഷ്യന്മാരുടെ പോലെ ഒരു സെറ്റ് പല്ല് പോയിട്ട് പുതിയ സെറ്റ് പല്ല് വരുന്നതിനെ നമ്മൾ എന്തെന്ന് പറയും? ഡൈഫോഡന്റ് എന്ന് പറയും. അപ്പൊ മനുഷ്യന്മാരെന്താണ്? ഡൈഫോഡന്റ്. ഒരു സെറ്റ് പോയിട്ട് പുതിയ പല്ല് വരും. നമ്മൾ അതിന് എന്ത് പേര് പറയും? മിൽക്കി ടീത്ത് എന്ന് പറയും, അല്ലേ? മനുഷ്യന്മാരുടെ കേസിൽ അതിന് എന്ത് പറയും? മിൽക്കി ടീത്ത് അല്ലെങ്കിൽ ബേബി ടീത്ത് എന്ന് പറയും. തുടക്കത്തിൽ 20 സെറ്റ് ഓഫ് പല്ലായിരിക്കും ഉണ്ടാകുന്നത്. അത് പോയിട്ട് നമുക്ക് പുതിയ പല്ല് വരികയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഇനി ഇത് നമ്മുടെ മൗത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി. ഓക്കെ, ഇത് ഇനി അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഹെട്രോഡെന്റ് ആണ്. ഹെട്രോഡെന്റ് എന്ന് പറയുമ്പോൾ ഒരേ ടൈപ്പ് പല്ലല്ല, നമുക്ക് 4 ടൈപ്പ് പല്ലുകളാണ് ഉള്ളത്. ഓക്കെ, ഒന്ന് ഇൻസിസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് ഭാഗത്തിൽ ഇങ്ങനെ പരന്ന് കിടക്കുന്ന പല്ല്, അതിനാണ് ഇൻസിസർ എന്ന് പറയുന്നത്. ഈ ഇൻസിസർ നമ്മൾ കട്ട് ചെയ്യാൻ, ഈ ഫുഡ് മെറ്റീരിയലൊക്കെ കട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ ഈ ക്യാരറ്റ് അതൊക്കെ കടിക്കുമ്പോൾ അത് വെച്ചിട്ടല്ലേ കട്ടാകുന്നത്, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഇനിയിപ്പോൾ ചിക്കൻ കടിച്ചു മുറിക്കുമ്പോൾ ഈ മറ്റേ യക്ഷികളുടെ ഒക്കെ സിനിമ വരുമ്പോൾ ഇങ്ങനെ കൂർത്ത 2 പല്ല് കാണിക്കും. അത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും. അതെന്താണ് സാധനം? കനൈൻ ടൂത്ത്. എന്തെന്ന് പറയും? കനൈൻ ടൂത്ത്. അല്ലെങ്കിൽ കസ്പിഡ് എന്ന് പറയും. എന്തെന്ന് പറയും? കനൈൻ ടൂത്ത്. ഫങ്ഷൻ എന്താണ്? കീറി മുറിക്കുക. എന്താണ്? കീറി മുറിക്കുക. ഓക്കെ, ഇനി പ്രീമോളാർ എന്ന് പറയും. അതായത് നമ്മുടെ അണപ്പല്ലിന്റെ ഒക്കെ ഇപ്പുറത്തുള്ള സാധനം പ്രീമോളാർ. അതിനെന്തെന്ന് പറയും? പ്രീമോളാർ. അതിന് ക്രഷിങ്ങിനൊക്കെ, ഫുഡൊക്കെ ക്രഷ് ചെയ്യാൻ സഹായിക്കുന്ന ആരാണ്? പ്രീമോളാർ. മോളാർ. മോളാർ. അപ്പോൾ നമ്മുടെ വായിൽ ഈ ഒരു സാധനം അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലും താഴെയും പല്ലുണ്ട്. അപ്പൊ ഈ നമ്മുടെ പല്ലിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന സാധനത്തിന് നമ്മൾ എന്തെന്ന് പറയും? ഡെന്റൽ ഫോർമുല എന്ന് പറയും. എന്തെന്ന് പറയും? ഡെന്റൽ ഫോർമുല. അപ്പോൾ ഈ ഡെന്റൽ ഫോർമുല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വായിൽ ഒരു പകുതിയിൽ, അതായത് മുകളിൽ താഴെ പല്ലുണ്ട്, അതിൽ തന്നെ ഇപ്പൊ താഴെയുള്ളതിൽ ഒരു പകുതിയിൽ അല്ലെങ്കിൽ മുകളിലുള്ളതിൽ ഒരു പകുതിയിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ ഡെന്റൽ ഫോർമുല എന്ന് പറയുന്നത്. അപ്പൊ നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ എളുപ്പമാണ്. 21, 23 പഠിക്കുക എന്ന് പറയാ. 21, 23. ഓക്കെ, 21, 23. അതായത് നിങ്ങൾ ഈ ഒരു സെറ്റ് എടുത്തു കഴിഞ്ഞാൽ, ഇത്ര ഒരു പോർഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് 2 ഇൻസിസർ, ഒരു കനൈൻ ടൂത്ത്, 2 പ്രീമോളാർ, 3 പ്രീമോളാർ. ഈ നമ്പറെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിങ്ങനെ റേഷ്യോയിൽ എഴുതുന്നതാണ് ഡെന്റൽ ഫോർമുല എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇത് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ എത്ര വരും? 2, 1, 3, 3, 2, 5, 5, 3, 8. ഒരു സൈഡിൽ 8, ഇവിടെ 8, ഇവിടെ 8, ഇവിടെ 8. അപ്പൊ എത്ര എണ്ണമായി? 32 എണ്ണം. അപ്പൊ എത്ര എണ്ണമായി? 32 എണ്ണം. 32 പല്ല്. അങ്ങനെയാണ് 32 പല്ല് വരുന്നത്. ഇനിയിപ്പോ കൊച്ചുങ്ങൾക്ക്, ഓക്കെ, കൊച്ചുങ്ങളുടെ കേസിൽ അത് 21.02 എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബി ടീത്ത് നമ്മൾ പറഞ്ഞില്ല, മിൽക്കി ടീത്ത് 21.02.
ഓക്കെ. 21.02 എന്ന് പറയുമ്പോഴത്തേക്ക് 2 ഇൻസിസർ, ഒരു കനൈന്, ഒരു പ്രീമോളാർ, ഒരു മോളാർ, 2 മോളാർ. അപ്പോൾ നിങ്ങളിത് കൂട്ടി നോക്കുമ്പോഴത്തേക്ക് 5 വരും. ശരിയല്ലേ? 5 വരും. പിന്നെ 5 ഇൻറ്റു 4 ചെയ്യുമ്പോൾ എത്ര വരും? 20 വരും. അങ്ങനെയാണ് ഞാൻ പറഞ്ഞ 20 ബേബി ടീത്ത് എന്ന് പറഞ്ഞത്. 20 ബേബി ടീത്ത് എന്ന് പറഞ്ഞത്. അപ്പോൾ ആദ്യം നമ്മൾ വായിലുള്ള പല്ലിൻ്റെ കാര്യം പറഞ്ഞു. ഇനിയിപ്പോഴത്തേക്കും നമ്മളെ വായിൽ ഇത് ചവച്ചരച്ചല്ലോ. ചവച്ചരയ്ക്കുമ്പോഴത്തേക്കും അതിന് ഇതിന് എന്താ പറയുന്ന ഫുഡിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാനൊക്കെ സഹായിക്കുന്നത് എന്താണ്? നമ്മുടെ നാക്കാണ്. എന്താണ്? നാക്കാണ്. ഈ നാക്കിനകത്ത് ഇങ്ങനെ ചെറിയ ചെറിയ പ്രൊജക്ഷൻസ് കാണും. അതിനെ നമ്മൾ എന്ത് പറയും? പാപ്പില്ല എന്ന് പറയും. ഇതിലുള്ള രസമുകുളങ്ങൾ അല്ലെങ്കിൽ ടേസ്റ്റ് ബഡുകളാണ് നമുക്ക് ടേസ്റ്റ് തിരിച്ചറിയാൻ സഹായിക്കുന്നത്. ഓക്കെ. അപ്പോൾ അവിടെ ഈ ടേസ്റ്റ് തിരിച്ചറിയുന്ന നാവിൻ്റെ ഓരോരോ പാർട്ടിലും ഓരോരോ ടേസ്റ്റ് ആണ്. ഇവിടെ ബിറ്റർ, ഇവിടെ ഉമാമി, ഇവിടെ സോറ്, ഇവിടെ സോൾട്ട്, ഇവിടെ സ്വീറ്റ്. ഓക്കെ. നോർമലായിട്ടുള്ള മനുഷ്യന്മാരുടെ കേസിൽ നമ്മൾ ഈ നാക്കിൻ്റെ ടിപ്പ് വെച്ചിട്ടാണ് മധുരം രുചിച്ച് നോക്കുന്നത്. ഞാൻ നോർമൽ മനുഷ്യന്മാരുടെ കേസാണ് പറയുന്നത്, എടുത്ത് വിഴുങ്ങുന്ന ആൾക്കാരുടെ കേസല്ല. ഈ ടിപ്പ് വെച്ചിട്ട്, നാവിൻ്റെ ഈ ടിപ്പ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ മധുരം ഇതാക്കുന്നത്. അങ്ങനെ നാവിൻ്റെ ഓരോരോ പാർട്ടിലും എന്താണ്? ഓരോരോ ടേസ്റ്റുകളാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. സ്വീറ്റ് ഉണ്ട്, സോൾട്ട് ഉണ്ട്, സോറുണ്ട്, ബിറ്ററുണ്ട്, ഉമാമി ഉണ്ട്. ഓക്കെ. അപ്പോൾ ഈ സ്റ്റാർട്ടിങ്ങിലും അവസാനത്തിൽ എന്താണ് എന്നൊക്കെ നിങ്ങൾ നന്നായിട്ട് അറിയണം. ദെൻ പാപ്പില്ല എന്ന് പറയുമ്പോൾ അവിടെ കാണുന്ന പ്രൊജക്ഷൻസ്, നിങ്ങൾ നാക്ക് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ മുകുളങ്ങൾ പോലത്തെ ഇങ്ങനെ 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 പാട് കാണാം. അത് ചൊറി വന്നതൊന്നുമല്ല, ഈ അതിന് പേരുള്ളതാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത നോക്കിക്കഴിഞ്ഞാൽ, ഓക്കെ, അടുത്ത നമ്മൾ നാക്ക് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ പറയുന്ന എയർ, അതുപോലെ തന്നെ വാട്ടർ, ഫുഡ്, ഇതെല്ലാം പോകുന്നത് ഒറ്റ പാസേജ് വഴിയാണ്. ഒറ്റ പാസേജ്. അതിനെയാണ് നമ്മൾ ഫാരിങ്സ് എന്ന് പറയുന്നത്. എന്തെന്ന് പറയും? ഫാരിങ്സ്. നമുക്ക് ഒരിക്കലും ഫുഡ് വിഴുങ്ങുകയും അതുപോലെ തന്നെ ബ്രീത്ത് ചെയ്യാനും ഒന്നിച്ച് പറ്റത്തില്ല. നമുക്ക് ഒരിക്കലും ഫുഡ് വിഴുങ്ങുകയും ബ്രീത്ത് ചെയ്യാനും ഒന്നിച്ച് പറ്റത്തില്ല. കാരണം എന്താണ്? ഫാരിങ്സ് ആണ്. ഞാൻ പറഞ്ഞു, ഫുഡിനും എയറിനും അതുപോലെ തന്നെ ഈ പറയുന്ന ഫുഡ്, എയർ, വാട്ടറിന് എല്ലാത്തിനും ഒരേ ഒരു ഓപ്പണിംഗ് ആണ്. ആ ഓപ്പണിങ്ങിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? ഫാരിങ്സ് എന്ന് പറയുന്നത്. ആ ഒരു ഓപ്പണിങ്ങിന്റെ പേരാണ് ഫാരിങ്സ്. അപ്പൊ ഈ ഒരു ഫാരിങ്സ് കാരണം നമുക്ക് എന്ത് പറ്റത്തില്ല? ഫാരിങ്സ് കാരണം നമുക്ക് ഒരേ സമയം ഫുഡ് വിഴുങ്ങാനും ബ്രീത്ത് ചെയ്യാനും പറ്റത്തില്ല. ഓക്കെ. ദെൻ അപ്പൊ ഞാനിപ്പോൾ പറഞ്ഞു എയർ എല്ലാത്തിനും ഒരേ ഇതാവുന്നു. അപ്പോൾ ഈ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഇത് ശ്വാസകോശത്തിൽ പോകത്തില്ലെന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും. ഓക്കെ. അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഒരുത്തൻ അവിടെ നിന്ന് ചാടി കയറി പ്രശ്നം ഉണ്ടാക്കിയിട്ട് വരും. അപ്പം ഞാൻ എന്നെ പൊട്ടന എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ വരും. അവൻ്റെ പേരാണ് എപ്പിഗ്ലോട്ടിസ്. എന്താണ്? എപ്പിഗ്ലോട്ടിസ്. ഈ എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുമ്പോഴത്തേക്ക് വേറൊന്നുമല്ല, ഈ ഗ്ലോട്ടിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാർട്ടിലേജൽ സ്ട്രക്ചറാണ്. നമ്മൾ കഴിക്കുന്ന ഫുഡ് ഈ പറയുന്ന ലങ്സിലോട്ട് പോകാതെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചറിനെയാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. എന്ന് പറയുന്നത് എപ്പിഗ്ലോട്ടിസ്. ഓക്കെ. എപ്പിഗ്ലോട്ടിസ്. ദെൻ ഞാനിവിടെ 2-3 സ്ട്രക്ചർ വിട്ടിട്ടുണ്ട്, അത് ഞാൻ പറയാൻ വേണ്ടി വരുവാണ്. ഇനി നമ്മുടെ ഈ മൗത്തിനകത്ത് ഉമിനീര് കേട്ടിട്ടുണ്ടോ? ഉമിനീര്, സലൈവ എന്ന് പറയും. സലൈവ. ഈ സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്ന സലൈവറി ഗ്ലാൻഡുകളുണ്ട്. ആ ഗ്ലാൻഡുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ ഗ്ലാൻഡുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ഈ ഗ്ലാൻഡുകൾക്ക് ഓരോന്നിനും ഒരു പേരുണ്ട്. 3 ടൈപ്പാണ് ഉള്ളത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. 3നും ഓരോരോ പേരുണ്ട്. അതിൽ ഏറ്റവും വലുതാണ് പാരോട്ടിഡ് ഗ്ലാൻഡ്. ഏതാണ് ഏറ്റവും വലുത്? ഏതാണ്? പാരോട്ടിഡ് ഗ്ലാൻഡ്. അത് കഴിഞ്ഞിട്ട് പാരോട്ടിഡ് ഗ്ലാൻഡ്. അത് കഴിഞ്ഞിട്ട് സബ്ലിംഗ്വൽ ഗ്ലാൻഡ് ഉണ്ട്. പിന്നെ വേറെ ഉള്ളത് സബ് മാൻഡിബുലർ ഗ്ലാൻഡ് ഉണ്ട്. ഓക്കെ. ഇത് പാരോട്ടിഡ് ഗ്ലാൻഡ്, ഇത് സബ്ലിംഗ്വൽ ഗ്ലാൻഡ്, ഇത് സബ് മാൻഡിബുലർ ഗ്ലാൻഡ്. മാൻഡിൽ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഓക്കെ. അപ്പോൾ ഇതാണ് അവിടുത്തെ സ്ട്രക്ചർ നിങ്ങൾക്ക് വരുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ഫുഡ് പോകുന്ന പൈപ്പ് അതിനെ നമ്മൾ എന്താ പറയും? ഈസോഫാഗസ് എന്ന് പറയും. എന്തെന്ന് പറയും? ഈസോഫാഗസ്. അല്ലെങ്കിൽ ഫുഡ് പൈപ്പിന്റെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? ഈസോഫാഗസ് വന്ന് കിടക്കുന്ന എവിടെയാ? ഈ പറയുന്ന സ്റ്റൊമക്കിലാണ്. കണ്ടല്ലോ? സ്റ്റൊമക്ക്. ഓക്കെ. സ്റ്റൊമക്ക് കഴിയുമ്പോഴത്തേക്കും, ഓക്കെ, ഞാനിപ്പോൾ സ്ട്രക്ചർ മാത്രമാണ് നിങ്ങൾക്ക് വിവരിക്കുന്നത്. ബാക്കി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ
സ്റ്റൊമക്കിന്റെ താഴെയായിട്ട് നിങ്ങൾക്ക് ഒരു സ്ട്രക്ചർ കാണാം, പാങ്ക്രിയാസ്. ഓക്കെ, പാങ്ക്രിയാസ്. ഈ പാങ്ക്രിയാസും ഈ പറയുന്ന ലിവറൊക്കെ നമ്മുടെ അലിമെന്ററി കനാൽ എന്ന് പറയുന്ന ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ വരുന്ന മൊത്തം ഐറ്റംസ്. ഓക്കെ, അതിന്റെ പാർട്ടല്ല, പക്ഷെ ഇവന്മാർ പണി ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഇവന്മാർ പണി ചെയ്യുന്നുണ്ട്. ഇവന്മാരെല്ലാം ഗ്ലാൻഡുകളാണ്. അപ്പോൾ അലിമെന്ററി കനാൽ എന്ന് പറയുമ്പോൾ ഫുഡ് പോണ വഴി. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ ഫുഡ് ഇങ്ങനെ കയറി 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 അടുത്ത് എന്ത് ചെയ്യും? സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഇവിടെ വരും സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈൻ വലിയൊരു പാർട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ 3 കഷ്ണമായിട്ട് വിവരിക്കുന്നു, 3 കഷ്ണമായിട്ട് മാറ്റുന്നു. അതിൽ ആദ്യത്തെ പേരാണ് ഡ്യൂഡനം. ആദ്യത്തെ സാധനം എന്താണ്? ഡ്യൂഡനം. രണ്ടാമത്തെ എന്താണ്? ജെജനം. മൂന്നാമത്തെ എന്താണ്? ഇലിയം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പറയുന്ന സ്മോൾ ഇൻറ്റസ്റ്റൈനെ 3 പാർട്ടായിട്ട് തിരിക്കാം. എന്തൊക്കെയാണ്? ഡ്യൂഡിനം, ദെൻ ജെജിനം, ദെൻ ഇലിയം. ഓക്കെ, ഇലിയം. ഇനി ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് ഇങ്ങനെ ഫുഡ് ഇങ്ങനെ കയറി 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 എന്താ പറയുക, വളഞ്ഞ് 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 ഇങ്ങനെ വന്നിട്ട് ലാർജ് ഇൻറ്റസ്റ്റൈനിൽ ഇത് ഇവിടെ കയറാറാകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പാർട്ട് കാണാൻ പറ്റും. ഓക്കെ, അതായത് ലാർജ് ഇൻറ്റസ്റ്റൈനെ സ്മോൾ ഇൻറ്റസ്റ്റൈനെ കണക്ട് ചെയ്യുന്ന അവിടെ ഒരു പാർട്ടുണ്ട്. അതിന്റെ പേര് എന്താണ്? സീസം. എന്താണ്? സീസം. ഓക്കെ, ദെൻ നമുക്ക് വേണ്ടാത്ത ഐറ്റംസ് ഒക്കെ തള്ളുന്ന ഒരു സാധനം ഉണ്ടെന്ന് കേട്ടിട്ടില്ലേ? അപ്പൻഡിക്സ്. അത് നിങ്ങൾക്ക് അവിടെ സ്ട്രക്ചറിൽ കാണാൻ പറ്റും. ഇനിയിപ്പോൾ ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ലാർജ് ഇൻറ്റസ്റ്റൈനിലെ പാർട്ടുകളിലെ പറയുന്ന പേരാണ് കോളം. എന്താണ്? കോളം. അപ്പോൾ കോളം തന്നെ അസെൻഡിങ് കോളം ഉണ്ട്, ട്രാൻസ്വേഴ്സ് കോളം ഉണ്ട്, ഡിസെൻഡിങ് കോളം ഉണ്ട്, സിഗ്മോയിഡ് കോളം ഉണ്ട്. സിഗ്മ അല്ലേ? സിഗ്മ നല്ല പേരല്ലേ? സിഗ്മോയിഡ് കോളം. ഇങ്ങനെ പല പല പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? വേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് ഏതിലൂടെ കളയും? നമ്മുടെ ഏനസിലൂടെ കളയും. ഓക്കെ, ദെൻ ഇവിടെ ഒരു പാട്ട് നിങ്ങൾക്ക് കാണാം, റെക്റ്റം എന്നൊരു പാട്ടും കാണാം. അപ്പൊ ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന എന്തിനെ പറ്റി പറയാനുള്ള, ഫുഡിന്റെ അനാട്ടമി പാർട്ടിനെ പറ്റി പറയാനുള്ളത്. ഇനി ഞാൻ ഓരോന്നും ഡീപ്പായിട്ട് പറഞ്ഞുതരാം, എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ ഒരു ഫിഗറിൽ നിന്ന് തന്നെ തുടങ്ങുന്നതല്ല അല്ലേ? എന്നിട്ട് ബാക്കി നമുക്ക് അങ്ങനെ നോക്കി നോക്കി പോവാം. അപ്പൊ മൗത്തിലാണ് ഫുഡ് ഫുഡ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയാം. അപ്പോൾ ഇതിൽ കുറേ മെക്കാനിക്കൽ പ്രോസസ്സും ഉണ്ട്, കെമിക്കൽ പ്രോസസ്സും ഉണ്ട്. കെമിക്കൽ പ്രോസസ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എൻസൈമിൻ്റെ ഒക്കെ ഫലമായിട്ട് ഓരോരോ സബ്സ്റ്റൻസുകളെ ചെറിയ ചെറിയ അബ്സോർവ് ചെയ്യാൻ പാകത്തിലുള്ള ചെറിയ ചെറിയ സബ്സ്റ്റൻസുകളായിട്ട് മാറ്റുന്നതിനാണ് നമ്മൾ കെമിക്കൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന മെക്കാനിക്കൽ പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ചവച്ചരയ്ക്കുന്ന പരിപാടി. ചവച്ചരയ്ക്കുന്ന പരിപാടി. അപ്പോൾ ഈ ചവച്ചരയ്ക്കുന്ന പരിപാടിനെ നമ്മൾ ബയോളജിയിൽ പറയുന്ന പേരാണ് മാസ്റ്റിക്കേഷൻ. എന്താണ് അപ്പം? മാസ്റ്റിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഫുഡ് ചവച്ചരയ്ക്കുന്നത്, വച്ച മലയാളത്തിൽ പറഞ്ഞാൽ ചവച്ചരച്ച് തിന്നുക. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാസ്റ്റിക്കേഷൻ. എന്താണ്? മാസ്റ്റിക്കേഷൻ. അപ്പോൾ ഈ മാസ്റ്റിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഫുഡ് ചവച്ചരച്ച് തിന്നുന്നു. ഇനി ഈ വായിൽ വെച്ചിട്ട് നമ്മൾ പല സാധനങ്ങളൊക്കെ തിന്നുന്ന, അത് ചവച്ചരച്ച് തിന്നുന്ന കൊച്ചുനാളെ പറയും. ഈ ചവച്ചരച്ച് തിന്നാലേ നമുക്ക് ഡൈജഷൻ നല്ല രീതിക്ക് പെട്ടെന്ന് നടക്കുകയുള്ളൂ. ഈ ചവച്ചരച്ചിട്ട് ഈ പറയുന്ന ഫുഡ് ഈ പറയുന്ന നമുക്ക് ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പാകത്തിലുള്ള ചെറിയ ചെറിയ ബോൾ ഷേപ്പ്ഡ് പാർട്ടിക്കിളായിട്ട് മാറ്റും. നമുക്ക് വിഴുങ്ങാൻ പാകത്തിനുള്ള സ്വാലോയിങ്ങിന് പാകത്തിനുള്ള, അതിന് നമ്മൾ ഡീഗ്ലൂട്ടിഷൻ എന്ന് പറയും. അതൊക്കെ ടെക്നിക്കൽ ടേമാണ്. സ്വാലോയിങ്ങിന് പാകത്തിനുള്ള ചെറിയ ചെറിയ ബോൾ പോലുള്ള പാട്ടുകളാക്കി മാറ്റും. അതിനെ നമ്മൾ എന്ന് പറയും ബോലസ് എന്ന് പറയും. എന്തെന്ന് പറയും? ബോലസ്. എന്തെന്ന് പറയും? ബോലസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ബോലസ് ആക്കണമല്ലോ. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ പരിപാടി നടക്കണ്ടേ? അപ്പോൾ നമ്മൾ ചവച്ചരച്ചാൽ മാത്രം മതിയോ? അപ്പോൾ ഈ സലൈവ അതിന് സഹായിക്കുന്ന ഒരു സംഭവമാണ് സലൈവറി ഗ്ലാൻഡുകൾ എന്ത് ചെയ്യും? സലൈവ സെക്രീറ്റ് ചെയ്യും. സലൈവറി ഗ്ലാൻഡ് എന്ത് ചെയ്യും? സലൈവ സെക്രീറ്റ് ചെയ്യും. അപ്പൊ ഈ സലൈവയിൽ എന്തുണ്ട്? കുറച്ച് എൻസൈമുകളുണ്ട്. സലൈവയിൽ എന്തുണ്ട്? കുറച്ച് എൻസൈമുകളുണ്ട്. ഓക്കെ, സലൈവറി ഗ്ലാൻഡിൽ എന്തുണ്ട്? കുറച്ച് എൻസൈമുകളുണ്ട്. ആ എൻസൈമുകളാണ് നമ്മളിങ്ങനെ സഹായിക്കുന്നത്. സ്റ്റൈലിൻ എന്ന് പറയുന്ന എൻസൈം ഉണ്ട്. ആ സ്റ്റൈലിൻ എന്ന് പറയുന്ന എൻസൈം സലൈവറി അമിലേസ് സെക്രീറ്റ് ചെയ്യും. ഈ സലൈവറി അമിലേസ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന സ്റ്റാർച്ചിനെ എന്ത് ചെയ്യും? മാൾട്ടോസ് ആക്കി.
മാൾട്ടോസ് ആക്കി കൺവേർട്ട് ചെയ്യും. സ്റ്റാർച്ചിനെ എന്താക്കി മാറ്റും? മാൾട്ടോസ് ആക്കി കൺവേർട്ട് ചെയ്യും. സ്റ്റാർച്ചിനെ എന്താക്കി മാറ്റും? മാൾട്ടോസ് ആക്കി കൺവേർട്ട് ചെയ്യും. ഇതാണ് മൗത്തിൽ നടക്കുന്ന പരിപാടി. മൗത്തിൽ നടക്കുന്ന പരിപാടി. ഓക്കെ, സലൈവറി അമിലേസ്, സലൈവറി അമിലേസിന് അല്ലെങ്കിൽ നമ്മൾ എന്തെന്ന് ടൈലെ PT. ഓക്കെ, സലൈവറി അമിലേസിന് എന്തെന്ന് പറയും? ടൈലിൻ എന്ന് പറയും. ഓക്കെ, അതിനെന്താക്കി മാറ്റും? സലൈവറി അമിലേസ് സ്റ്റാർച്ചിനെ എന്താക്കി മാറ്റും? മാൾട്ടോസ് ആക്കി മാറ്റും. ഇനി ഇവിടുന്ന് ചവച്ചരച്ച ഫുഡ് എവിടെ വരും? ഈസോഫാഗസ് വഴി. ഈസോഫാഗസിലൂടെ ഇത് ഫുഡ് ഇങ്ങനെ പോകുന്ന പ്രോസസ്സ് ഇല്ലേ, നമ്മളിങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കിയാൽ ഭയങ്കര സൗണ്ടാന്നാ പറയുന്നത്. ഓക്കെ, നെഞ്ചത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, ബാക്കിലൊന്നുമല്ല, നെഞ്ചത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് നടക്കും. പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് എന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഈ പറയുന്ന നമ്മുടെ ഈസോഫാഗസിലൊക്കെ ഉള്ള എന്താ പറയാ, ഇതില്ലേ, വാളില്ലേ, അതിന്റെ വാള് കോൺട്രാക്ട് ചെയ്യുകയും എക്സ്പാൻഡ് ചെയ്യുകയും വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്ന പ്രോസസ്സ്. അതുവഴിയാണ് ഈ ഫുഡ് ഇങ്ങനെ പുള്ളി ചെയ്ത് താഴോട്ട് ഈ സ്റ്റൊമക്കിൽ എത്തുന്നത്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ സ്റ്റൊമക്കിൽ ഈ പറയുന്ന ഫുഡ് എത്തി. സ്റ്റൊമക്കിൽ എന്ത് ചെയ്തു? ഫുഡ് എത്തി. ഈ സ്റ്റൊമക്കിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ കേട്ടിട്ടുണ്ടാവും സ്റ്റൊമക്കിൽ എന്തുണ്ട്? ആസിഡ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് അല്ലെ? ചെറിയ ക്ലാസ്സിലെ പഠിച്ചിട്ടുണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സ്റ്റൊമക്കിൽ എന്തുണ്ടെന്ന് കേട്ടിട്ടുണ്ട്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് ജ്യൂസസ് ഉണ്ട്. അപ്പോൾ ഈ ഗ്യാസ്ട്രിക് ജ്യൂസസിന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒപ്റ്റിമം കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വർക്ക് ചെയ്യാൻ വേണ്ട മിനിമം pH ലെവൽ എന്ന് പറയുന്നത് 1.5 ആണ്. ഓക്കെ, മിനിമം pH ലെവൽ എന്ന് പറയുന്നത് എന്താണ്? 1.5 ആണ്, 1.8 ആണ്. ഈ 1.8 ആണ് അപ്പോൾ നമ്മുടെ എന്താണ് സ്റ്റൊമക്കിലുള്ള pH എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫുഡ് എന്ത് ചെയ്തു? ഏകദേശം ഒരു 4-5 മണിക്കൂർ അവിടെ കിടന്ന് നല്ല പണി കിടക്കുന്നുണ്ട് കേട്ടോ. സ്റ്റൊമക്കിൽ കിടന്ന് ഒരു 4-5 മണിക്കൂർ അവിടെ ഓരോരോ പരിപാടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഈ ഗ്യാസ്ട്രിക് ഗ്ലാൻസ് പാരിയന്റൽ സെൽ എന്ന് പറയുന്ന ഒരു സെല്ലിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഗ്ലാൻസ് എന്ത് ചെയ്യും? ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ത് ചെയ്യും? സെക്രീറ്റ് ചെയ്യും. ഈ ഗ്യാസ്ട്രിക് ജ്യൂസിൻ്റെ അകത്ത് കുറച്ച് ഐറ്റംസ് ഉണ്ട്, കുറച്ച് എൻസൈമുകളുണ്ട്. 2 എൻസൈം പഠിക്കാം. ഒന്ന് പെപ്സിൻ. ഒന്നാമത്തെ എന്താണ്? പെപ്സിൻ. രണ്ടാമത്തെ എന്താണ്? റെനിൻ. ഇത് രണ്ടും കൂടി ചില പരിപാടികൾ കാണിച്ചു വെക്കും. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെപ്സിൻ ആണെങ്കിൽ പ്രോട്ടീനെ എന്താക്കി മാറ്റും? പെപ്റ്റോൺ ആക്കി മാറ്റും. അതേസമയം റെനിൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റെനിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ്ട്രിക് ജ്യൂസിനകത്തുള്ള എൻസൈമാണ്. ഈ റെനിൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മിൽക്ക് പ്രോഡക്റ്റിലൊക്കെ കാണുന്ന സീസിനോജിനെ സീസിനാക്കി കൺവേർട്ട് ചെയ്യും. ഓക്കെ, സീസിനോജിനെ സീസിൻ ആക്കി കൺവേർട്ട് ചെയ്യും. ഇതാണ് അവന്മാരവിടെ കാണിക്കുന്ന പരിപാടി. ഓക്കെ, ദെൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് സെക്രീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് സെക്രീറ്റ് ചെയ്യുന്നത് ഓക്സ്റ്റിൻറ്റിക് സെൽ എന്ന് പറയുന്ന സെല്ലിൽ നിന്നാണ്. അതെന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്ടീരിയാസ് ഇല്ലേ, നമ്മുടെ ഫുഡിലൊക്കെ കഴിക്കുമ്പോൾ അതിനകത്ത് ഒരു സാധനങ്ങൾ ബാക്ടീരിയാസ് ഒക്കെ കാണത്തില്ലേ, അതിനെയൊക്കെ എന്ത് ചെയ്യും? ഈ പറയുന്ന അതിനെയൊക്കെ എന്ത് ചെയ്യും? കൊന്നങ്ങ് കളയും. ഓക്കെ, എന്നിട്ട് അതുപോലെ തന്നെ നമ്മുടെ എൻസൈമുകളുടെ പ്രവർത്തനം ആക്സിലറേറ്റ് ചെയ്യും. ഇതൊക്കെയാണ് ഈ പറയുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സീനല്ലേ? അപ്പോൾ ഇത് ഈ പറയുന്ന എന്താ പറയുക, നമ്മുടെ സ്റ്റൊമക്കിന്റെ വാളിലെ ഇത് കൊറോഡ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് എഫക്ട് ചെയ്യത്തില്ല എന്ന് ചോദിക്കും. അപ്പോൾ അതിനു വേണ്ടി ഇത് ചെറിയ സെറ്റപ്പ് ഒന്നുമല്ല, വലിയ വമ്പൻ കളിയൊക്കെയാണ്. അപ്പോൾ സ്റ്റൊമക്കിന്റെ അകത്ത് ഒരു പ്രത്യേക തരം എന്താ പറയുക ലൈനിങ്ങുകളാണ്. സ്റ്റൊമക്കിന്റെ വാളിൽ ഒരു പ്രത്യേക തരം ലൈനിങ് ആണ്. ഓക്കെ, അതിനെ മ്യൂക്കോസ ലൈനിങ് എന്ന് പറയും. ഈ മ്യൂക്കോസ എന്ത് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംഭവം സെക്രീറ്റ് ചെയ്യും. അതിന്റെ പേരാണ് മ്യൂക്കസ്.
ഈ മ്യൂക്കസ് ഈ പറയുന്ന നമ്മുടെ വാളിനെ, സ്റ്റൊമക്കിന്റെ വാളിനെ ഈ പറയുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും. കീടിലം സംഭവമൊക്കെയാണ് സെറ്റ് ചെയ്ത് വയറ്റിൽ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. വെട്ടി അങ്ങ് വിഴുങ്ങുമല്ലേ, മന്തി ഇതൊക്കെ വലിച്ചു കയറ്റുമല്ലേ. അപ്പോൾ വൻ സെറ്റപ്പൊക്കെയാണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ അതാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, അതാണ് അവിടെ നടക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾക്ക് ഈ സ്റ്റൊമക്കിലെത്തിയില്ലേ, ഈ സ്റ്റൊമക്കിലെത്തിയ ഫുഡ് ഇതേപോലുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട്, സ്റ്റൊമക്കിലെ ഡൈജഷൻ കഴിഞ്ഞിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാണ് വരുന്നത്. ഈ പേസ്റ്റ് അറിയപ്പെടുന്ന പേരാണ് കൈം. എന്താണ്? കൈം. കൈം. കൈം എന്ന് പറഞ്ഞ പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, സ്റ്റൊമക്കിൽ ഡൈജഷന് ശേഷമുള്ള ഫുഡിന് പറയപ്പെടുന്ന പേരെന്താണ്? കൈം. ഈ സ്റ്റൊമക്കിൽ 1.8 ആണല്ലോ ഈ പറയുന്ന pH. അപ്പം നമുക്ക് എന്തെന്ന് പറയാം? അതിൽ ഡൈജഷന് ശേഷമുള്ള പ്രോഡക്റ്റ് എന്താണ്? അസിഡിക് നേച്ചറാന്ന് പറയാം. എന്തെന്ന് പറയാം? അസിഡിക് നേച്ചറാന്ന് പറയാം. അപ്പോൾ അസിഡിക് നേച്ചർ ആയിട്ടുള്ള സാധനം ബേസിക് നേച്ചറിലോട്ട് എത്തുന്നത് ഈ പറയുന്ന ഇൻഡസ്റ്റൈനിൽ വെച്ചിട്ടാണ്. ഇൻഡസ്റ്റൈനിൽ നമുക്ക് എന്തെന്ന് പറയാം? ഓരോ പാർട്ടിനെ നമുക്ക് മൂന്ന് ഇൻഡസ്റ്റൈനിലെ പാർട്ടിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഡ്യൂഡിനം, ജജനം, ഇലിയം. ഡ്യൂഡിനം, ജജനം, ഇലിയം. ഓക്കെ, സ്മോൾ ഇൻഡസ്റ്റൈനിൽ നമുക്ക് എന്തെന്ന് പറയാം? ഡ്യൂഡിനം, ജജനം, ഇലിയം. ഏകദേശം 20 ഫീറ്റോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ കെട്ടിടങ്ങളുടെ നീളമാണ് ഈ സാധനത്തിന് കിടക്കുന്നത്. അതിങ്ങനെ ചുരുക്കി ചുരുക്കി അടിച്ചങ്ങ് വെച്ചിരിക്കുവാണ്. ഓക്കെ, ആ സാധനം സ്മോൾ ഇൻഡസ്റ്റൈനിൽ ഞാൻ പറഞ്ഞു ഡ്യൂഡിയനമുണ്ട്, ജജനമുണ്ട്, ഇലിയമുണ്ട്. ഇപ്പൊ ഡ്യൂഡിയനത്തിൽ ഈ ഫുഡ് എത്തുമ്പോഴത്തേക്കും ഇതാണ് ഡ്യൂഡിയനം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ പാങ്ക്രിയാസ് ഉണ്ട് അല്ലേ? ഈ പാങ്ക്രിയാസ് എന്തുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുക? പാങ്ക്രിയാസ് വന്നിട്ട് നമ്മുടെ ഈ ഡ്യൂഡിനത്തിലോട്ട് ഇവിടെ അറ്റാച്ച്മെന്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ലിവറിൽ നിന്ന് ഒരു കണക്ഷൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് അല്ലേ? ലിവറിൽ നിന്ന് ഒരു കണക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഡ്യൂഡിനത്തിലോട്ട് ഫുഡ് എത്തിക്കഴിയുമ്പോഴത്തേക്ക് ബൈൽ ജ്യൂസ് സെക്രീറ്റ് ചെയ്യും. എന്ത് സെക്രീറ്റ് ചെയ്യും? ബൈൽ ജ്യൂസ് സെക്രീറ്റ് ചെയ്യും. ബൈൽ ആരാ ഉൽപ്പാദിപ്പിക്കുന്നത്? ബൈൽ ഉൽപ്പാദിപ്പിക്കുന്നത് ലിവറാണ്. ആരാണ്? ലിവറാണ്. എന്നിട്ട് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലം ഈ കരളിന്റെ അടിയിൽ ചെറിയൊരു സാധനമുണ്ട്. അതിനെ നമ്മൾ ഗാൽ ബ്ലാഡർ എന്ന് പറയും. ഇവിടെയാണ് ഈ പറയുന്ന ബൈല് എന്ത് ചെയ്ത് വെക്കുന്നത്? സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ബൈല് സിന്തസിസ് ചെയ്യുന്ന എവിടെയാണ്? ലിവറിലാണ്. അത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന എവിടെയാണ്? ഗാൽ ബ്ലാഡറിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ബൈലിന് ഒരുമാതിരി യെല്ലോ ഗ്രീൻ കളറാണ് വരുന്നത്. അതിന് വർക്ക് ചെയ്യാനുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പ്രോപ്പർ ഫങ്ഷനിങ്ങിന്, ഈ ബൈൽ ജ്യൂസിന്റെ പ്രോപ്പർ ഫങ്ഷനിങ്ങിന് ആവശ്യമായിട്ടുള്ള pH എന്ന് പറയുന്നത് 7.7 അടുപ്പിച്ചിട്ടാണ്. 7.7 അടുപ്പിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ഉള്ള pH ലെവൽ, ഈ ഡ്യൂഡിനത്തിലുമുള്ള pH ലെവൽ ഏകദേശം എത്രയായിരിക്കും? ഇതേപോലെ ആയിരിക്കും. 7.7 അടുപ്പിച്ചൊക്കെ ആയിരിക്കും. അത് നമ്മളൊന്ന് ഓർത്ത് വെച്ചേക്കണേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഡ്യൂഡിനം, ജിഞ്ചനം, ഇലിയം. ഓക്കെ, ബൈൽ ജ്യൂസ് എന്ത് ചെയ്യും? സെക്രീറ്റ് ചെയ്യും. ഈ ബൈൽ ജ്യൂസ് ലിവറിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുമല്ലോ, അത് ഡ്യൂഡിനത്തിലെത്തും. എന്നിട്ട് ഈ പറയുന്ന അസിഡിക് ആയിട്ടുള്ള ഫുഡിനെ ആൽക്കലൈൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്ത് ചെയ്യും? ആൽക്കലൈൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇനി അത് മാത്രമാണ് അവിടെ കണക്ട് ചെയ്തിട്ടുള്ള? അല്ലല്ലോ. എന്തുണ്ട്? പാൻക്രിയാസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ പാൻക്രിയാസ് എന്ന് പറയുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡും എക്സോക്രൈൻ ഗ്ലാൻഡും കൂടിയാണ്. അതിന്റെ രണ്ടിന്റെയും കോമ്പിനേഷനാണ്. അതിൽ എൻഡോക്രൈൻ്റെ എക്സോക്രൈൻ്റെ കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കിനി എന്ത് പറയാം? കോമ്പോസിറ്റ് ഗ്ലാൻഡ് എന്ന് പറയാം. അതിന്റെ എക്സോക്രൈൻ പാർട്ടാണ് നമുക്ക് ഡൈജഷനിൽ ആവശ്യമുള്ളത്. അപ്പോൾ ഈ പാൻക്രിയാസും ഒരു സാധനം ഇങ്ങോട്ടേക്ക് അടിച്ചു കൊടുക്കും. അതിന്റെ പേരെന്താണ്? പാൻക്രിയാസ് ജ്യൂസ്. എന്ത് പേര് പറയും? പാൻക്രിയാസ് ജ്യൂസ്. അപ്പൊ ഈ പാൻക്രിയാസ് ജ്യൂസും ഇതേപോലെ വരുന്ന ഫുഡുമായിട്ട് എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യും. ഓക്കെ, ഈ പാൻക്രിയാസ് ജ്യൂസിനകത്ത് 3 എൻസൈമാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഒന്ന് ട്രിപ്സിൻ. ഈ ട്രിപ്സിൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോട്ടീനെയും പെപ്റ്റോണിനെയും പോളിപെപ്റ്റൈഡും അമിനോ ആസിഡുമായിട്ട് കൺവേർട്ട് ചെയ്യും. ട്രിപ്സിൻ എന്ത് ചെയ്യും? എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോട്ടീനെയും പെപ്റ്റോണിനെയും പോളിപെപ്റ്റോഡും അമിനോ ആസിഡുമായിട്ട് കൺവേർട്ട് ചെയ്യും. ഇതെന്താണ്? ഈ ട്രിപ്സിനൊക്കെ എന്താണ്? ലാസ്റ്റ് പൊട്ടന ആട്ടം കണ്ടാവല്ലോ പറയരുത്. പാൻക്രിയാസ് ജ്യൂസിലുള്ള എൻസൈമുകളാണ്. ഇനി അടുത്ത ഏതാണ്? അമിലേസ്. ആരാണ്? അമിലേസ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവലോസ് അല്ല, അമിലേസ്.
അമിലേസ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാർച്ചിനെ സോളുബിൾ ഷുഗറായിട്ട് കൺവേർട്ട് ചെയ്യും. സ്റ്റാർച്ചിനെ എന്ത് ചെയ്യും? സ്റ്റോ സോ സോലുബിൾ ഷുഗറായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇനി ഒരെണ്ണം കൂടി ഇവിടെ പഠിക്കാനുണ്ട്. ലിപ്പിഡ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അറിയാം ഫാറ്റ് ആണെന്നറിയാം അല്ലേ? ലിപ്പേഴ്സ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എമൽസിഫൈഡ് ഫാറ്റിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അതവിടെ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇനി ജജനത്തിലെത്തിക്കഴിയുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഡൈജഷന്റെ ഒരു പാർട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് അബ്സോർപ്ഷനിലോട്ട് കടക്കും. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അബ്സോർപ്ഷൻ. അപ്പൊ ഇവിടെയും നമുക്ക് കുറച്ച് എൻസൈമുകളും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അവിടെയും കുറച്ച് എൻസൈമുകളും കാര്യങ്ങളും പഠിക്കാനുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അബ്സോർബ് ചെയ്യാൻ പാകത്തിന് വേണ്ടി മാറ്റുമല്ലോ, അവിടെ കുറച്ച് എൻസൈമുകൾ നമുക്ക് പഠിക്കാനുണ്ട്. എറിപ്സിൻ, അവിടെ 5 സെറ്റ് ഓഫ് സാധനമാണ് നമുക്ക് പഠിക്കാനുള്ളത്. മൊത്തം വൃത്തികേടായി കിടക്കുകയാണ് അല്ലേ? ക്ലിയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ജജനത്തിൽ നോക്കുമ്പോഴത്തേക്കും അവിടെ നമുക്ക് നോക്കേണ്ട എന്തൊക്കെയുണ്ട്? 5 സാധനം പഠിക്കാനുണ്ട്. എറിപ്സിൻ, 5 എൻസൈമുകളാണ്. എറിപ്സിൻ, മാൾട്ടേസ്, സൂക്രേസ്, ലാക്ടേസ്, ലിപ്പേസ്, ഇങ്ങനെ 5 സാധനമാണ് പഠിക്കാനുള്ളത്. ഇതിൽ ഇറപ്സിൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീന് പെപ്റ്റോണും അമിനോ ആസിഡുമായിട്ട് കൺവേർട്ട് ചെയ്യും. മാൾട്ടേസ് ആണെങ്കിൽ മാൾട്ടോസിനെ, ഇതൊക്കെ എളുപ്പമാണ് കേട്ടോ, ഈ സാധനമൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. മാൾട്ടോസിനെ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. MG ശ്രീകുമാർ അല്ല, ചിരിക്കരുത്, MG, മാൾട്ടോസിനെ ഗ്ലൂക്കോസ് ആയിട്ട്. ഇനി സൂക്രേസ് എന്ത് ചെയ്യും? ഉറപ്പായിട്ടും സൂക്രോസിനെ ആയിരിക്കും അല്ലേ? സൂക്രോസിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? സൂക്രോസിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസുമായിട്ട് കൺവേർട്ട് ചെയ്യും. ഇനി ലാക്ടേസ് എന്ത് ചെയ്യുമായിരിക്കും? ലാക്ടോസിനെ ആയിരിക്കും കൺവേർട്ട് ചെയ്യുന്നത് അല്ലേ? ലാക്ടോസിനെ ഗ്ലൂക്കോസും ഗാലക്ടോസുമായിട്ട് കൺവേർട്ട് ചെയ്യും. ഗാലക്ടോസിന്റെ സ്പെല്ലിംഗ് അറിയത്തില്ലെങ്കിൽ നോക്കിക്കോ. ഗാലക്ടോസുമായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇനിയിപ്പോൾ എന്താ ഉള്ള? ലിപ്പേസ് എന്തിനായിരിക്കും കൺവേർട്ട് ചെയ്യുന്നത്? ലിപ്പിഡ്. ഓക്കെ, ലിപ്പിഡ് എന്ന് പറയുമ്പോൾ എന്താ? എമൾസിഫൈഡ് ഫാറ്റിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമായിട്ട് കൺവേർട്ട് ചെയ്യും. എമൾസിഫൈഡ് ഫാറ്റിന് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഫാറ്റി ആസിഡും ഗ്ലിസറോളുമായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, ഇനി ഇലിയത്തിലെത്തുമ്പോഴത്തേക്കും അബ്സോർപ്ഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. അബ്സോർപ്ഷൻ ആണ് എന്താണെന്ന് പറഞ്ഞാൽ ഡൈജസ്റ്റഡ് ഫുഡിനെ എന്ത് ചെയ്യും? ഈ ഡൈജസ്റ്റഡ് ഫുഡ് നമ്മുടെ ബ്ലഡുമായിട്ട് മിക്സ് ചെയ്യും. ഓക്കെ, അതിനാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും ഈ നമ്മുടെ ഇലിയത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സഹായിക്കുന്ന, അബ്സോർപ്ഷന് വേണ്ടി സഹായിക്കുന്ന ഒരു പ്രൊജക്ഷൻസ് ഉണ്ട്, ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട് ഈ ഇലിയത്തിൽ. അതായത് സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ഉണ്ട്. അതിന് നമ്മൾ പറയുന്ന പേരെന്താണ്? വില്ലി എന്ന് പറയും. എന്തെന്ന് പറയും? വില്ലി. ഓക്കെ, അത് കഴിയുമ്പോഴത്തേക്കും അസിമിലേഷൻ വരും. അസിമിലേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു. ദെൻ ഡിഫെക്കേഷൻ. ഇതാണ് നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ളത്. ഇനിയിപ്പോൾ ഞാൻ ക്വസ്റ്റ്യനും കൂടി പറഞ്ഞു കഴിയുമ്പോൾ ഇത് പഠിച്ചത് വേണോ വേണ്ടിയിരുന്നോ എന്നൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഹൗ മെനി കനൈൻ ടീത്ത് ഡിസ് അഡൽട്ട് ഹ്യൂമൻ ഹാവ്? SSCGL 2024. ഇപ്പം നമ്മളെ മോളാർ ഫോർമുല എന്താ പറഞ്ഞത്? 21, 23. എല്ലാത്തിനും 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇത് ഇൻസിസർ, കനൈന്, പ്രീമോളാർ, മോളാർ. ICPM. ഞാൻ പ്രൈം മിനിസ്റ്ററിനെ കണ്ടു. ഓക്കെ, എന്നിട്ട് ഇളിച്ച് കാണിച്ച്, എന്ന് പറഞ്ഞ് ഇളിച്ച് കാണിച്ച്. ഓക്കെ, IC പ്രൈം മിനിസ്റ്റർ. ഓക്കെ, 21, 23. അപ്പോൾ എത്ര കനൈൻ ടീത്ത് ഉണ്ട്? 4 കനൈൻ ടീത്ത് ഉണ്ട്. അപ്പോൾ അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ദ പൗച്ച് കണക്റ്റഡ് ടു ദ ജംഗ്ഷൻ ഓഫ് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ആൻഡ് ലാർജ് ഇൻറ്റെസ്റ്റൈൻ. സ്മോൾ ഇൻറ്റെസ്റ്റൈൻ്റെ ലാർജ് ഇൻറ്റെസ്റ്റൈൻ്റെ
ജംഗ്ഷനിൽ കണക്റ്റ് ആകുന്ന ആ പൗച്ചിന്റെ പേരെന്താണ്? SSC CPU 2019. ഞാൻ അപ്പോഴേ പറഞ്ഞു CCM ആണെന്ന്. ഞാൻ അപ്പോഴേ എന്ത് പറഞ്ഞു? സീസം ആണെന്ന് പറഞ്ഞു. അതാണ് എൻ്റെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അറ്റ് വാട്ട് PH വാല്യൂ ടൂത്ത് സ്റ്റാർട്ട്സ് ഡീക്കെ? SSC MTS 2019. ഏത് PHലാണ് നമ്മുടെ പല്ല് ഡീക്കെ ചെയ്യാൻ തുടങ്ങുന്നത്? അത് 5.5 ആണ്. 5.5 ആണ് ആൻസർ വരുന്നത്. ബൈൽ ഈസ് റിലീസ്ഡ് ഇൻ ടു വിച്ച് പാർട്ട് ഓഫ് എലിമെന്ററി കല? ബൈൽ എങ്ങോട്ടേക്കാണ് എന്ത് ചെയ്യുന്നത്? ഇജക്ട് ചെയ്യുന്നത്? നമ്മൾ പഠിച്ചതാണ്. എവിടെ വരുമ്പോഴത്തേക്കാണ് ബൈൽ ജ്യൂസ് ഇതാക്കുന്നത്? ഡ്യൂഡിനം വരും അല്ലേ? ഡ്യൂഡിനം എന്ന് പറയുമ്പോൾ എന്താണ്? സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ പാർട്ടാണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് എന്തെന്ന് പറയും? ഡ്യൂഡനം. ഡ്യൂഡനം. അടുത്ത നോക്കാം. ഐഡന്റിഫൈ ദ ഫംഗ്ഷൻ ഓഫ് ലിപ്പേസ് ഇൻ ദ പ്രോസസ് ഓഫ് ഡൈജഷൻ. SSC ക്വസ്റ്റ്യൻ ആണ്. ലിപ്പേസ്. ലിപ്പേസ് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ലിപ്പിഡ് ഓർക്കണം. ലിപ്പിഡ് എന്ന് പറയുമ്പോൾ തന്നെ എന്ത് ഓർക്കണം? ഫാറ്റ് ഓർക്കണം. അപ്പൊ എന്താണ്? ബ്രേക്കിംഗ് ഡൗൺ എമൾസിഫൈഡ് ഫാറ്റ്. എമൾസിഫൈഡ് ഫാറ്റിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് എന്തിന്റെ പരിപാടി? ലിപ്പേസിന്റെ പരിപാടി. വിച്ച് among the following is a food tube? ഫുഡ് ട്യൂബിന്റെ പേരെന്താണ്? SSC 2020. അപ്പോഴേ ഞാൻ പറഞ്ഞു ഈസോഫാഗസ് എന്ന് ഓർത്ത് വെച്ചേക്കണം അല്ലെ? ഈസോഫാഗസ്. ഈസോഫാഗസ്. ദ റേഷ്യോ ഓഫ് മോളാർ ആൻഡ് പ്രീമോളാർ ഇൻ അഡൾട്ട് ഹ്യൂമൻ. ഓക്കെ, 21, 23 IC പ്രൈം മിനിസ്റ്റർ. ഓക്കെ, പ്രീമോളാറിന്റെയും മോളാറിന്റെയും റേഷ്യോ, സോറി നേരെ തിരിച്ചാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മോളാറിന്റെ പ്രീമോളാറിന്റെ. അപ്പൊ ആദ്യം മോളാർ പിന്നെ പ്രീമോളാർ എത്ര വരും? 3:2. 3:2. നമുക്ക് എന്താ ഉള്ള? 21, 23 എന്ന് പറയുമ്പോഴത്തേക്കും പ്രീമോളാർ മോളാർ. ക്വസ്റ്റ്യനിൽ ചോദിച്ചെന്താ? മോളാർ ടു പ്രീമോളാർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗൻ സെക്രീറ്റ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ദാറ്റ് ഹെൽപ്സ് അവർ ബോഡി ഇൻ കില്ലിംഗ് പാത്തോജനിക് ബാക്ടീരിയ? SSC 2021. ബ്രെയിൻ അല്ല, കിഡ്നി അല്ല, ഹേർട്ട് അല്ല, സ്റ്റൊമക്ക് ആണ്. ഓക്കെ, സ്റ്റൊമക്ക്. Which enzyme is present in pancreatic juice responsible for the protein digestion? Protein digestion. SSC MTS 2019. 2019. ഓക്കെ, പാങ്ക്രിയാറ്റിക് ജ്യൂസിലുള്ള എന്ത് സാധനമാണ് പ്രോട്ടീൻ കൺവേർഷന് സഹായിക്കുന്നത്? പാങ്ക്രിയാറ്റിക് ജ്യൂസിനെ നമ്മൾ എന്താ കണ്ടേ? ട്രിപ്സിനെ കണ്ടായിരുന്നു അല്ലേ? ട്രിപ്സിനെ. ഈ ട്രിപ്സിൻ എന്ത് ചെയ്തു? ട്രിപ്സിനാണെങ്കിൽ പ്രോട്ടീനെ പോളിപെപ്റ്റൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ട്രിപ്സിൻ എന്തായിരുന്നു ചെയ്തത്? പ്രോട്ടീനെ പോളിപെപ്റ്റൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തിരുന്നു. അപ്പൊ ആൻസർ എന്തായിരുന്നു? ട്രിപ്സിൻ. ട്രിപ്സിൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് പാർട്ട് ഓഫ് എലിമെന്ററി കനാൽ ദ കംപ്ലീറ്റ് ഡൈജഷൻ ഓഫ് ഫാറ്റ് ടേക്സ് പ്ലേസ്? SSC MTS 2019. ഓക്കെ, എവിടെയാണ് ഫാറ്റിന്റെ കംപ്ലീറ്റ് ഡൈജഷൻ നടക്കുന്നതെന്ന്? എവിടെയാണ് നടക്കുന്നത് ഫാറ്റിന്റെ കംപ്ലീറ്റ് ഡൈജഷൻ? അത് നിങ്ങൾ കമന്റ് ആയിട്ട് ആൻസർ ഇടുക. പാൻക്രിയാസ് ഹാസ്. SSC MTS 2017 ക്വസ്റ്റ്യൻ ആണ്. ഒള്ളി എൻഡോക്രൈൻ സെൽ. തെറ്റ്. ഒള്ളി വൺ ടൈപ്പ് ഓഫ് സെൽ സെയിം ഫംഗ്ഷനിങ് ബോത്ത് ഇൻ എക്സോക്രൈൻ ആൻഡ് എൻഡോക്രൈൻ ഫംഗ്ഷൻ. അല്ല, 2 ടൈപ്സ് ഓഫ് സെൽ, എക്സോക്രൈൻ ആൻഡ് എൻഡോക്രൈൻ. ഒള്ളി എക്സോക്രൈൻ. തെറ്റ്. എന്താണ്? എക്സോക്രൈനും ഉണ്ട്, എൻഡോക്രൈനും ഉണ്ട്. പെപ്സിൻ ഡൈജസ്റ്റ്. പെപ്സിനെ നമ്മൾ എവിടെ കണ്ടേ? ഓർക്കുന്നുണ്ടോ? പെപ്സിനെ നമ്മൾ അയ്യോ ഞാനും മറന്നു. എവിടെ കണ്ടേ പെപ്സിന്? പെപ്സിനും റെനിനും അല്ലേ? പെപ്സിനും റെനിനും കണ്ടത് സ്റ്റൊമക്കിലാണ്. പെപ്സിൻ എന്താ ചെയ്തേ? പെപ്സിന് പെപ്സിൻ നമ്മൾ എന്താ ചെയ്തേ? പ്രോട്ടീനെ പെപ്റ്റോണായിട്ട് കൺവേർട്ട് ചെയ്തു. എവിടെയായിരുന്നു ആളുണ്ടായിരുന്നേ? ആള് സ്റ്റൊമക്കിലായിരുന്നു ഉണ്ടായിരുന്നത്. പ്രോട്ടീൻ ഇൻ സ്റ്റൊമക്ക്. ഡൈജസ്റ്റ് പ്രോട്ടീൻ ഇൻ സ്റ്റൊമക്ക്. ഈ ഡൈജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചിന്ത എന്ന് ചോദിക്കരുത് കേട്ടാ.
വലിയ വലിയ മോളിക്യൂളിനെ ശരീരത്തിന് അബ്സോർവ് ചെയ്യാൻ പാകത്തിലുള്ള ചെറിയ ചെറിയ മോളിക്യൂളായിട്ട് മാറ്റുന്ന പ്രോസസ്സ്. സലൈവ ഹാസ് എൻസൈം. ഞാൻ പറഞ്ഞു, ഒന്നെങ്കിൽ സലൈവറി അമിലേസ് എന്ന് പറഞ്ഞു കാണും, അല്ലെങ്കിൽ ടൈലാൻ എന്ന് പറഞ്ഞു കാണും. ഓക്കെ. ജേംസ് എൻറ്ററിങ് ഇൻ ദ ഹ്യൂമൻ Germs entering the body through the food, mainly killed in the region alimentary canal where pH may reach the level SAMTS. അതായത് സ്റ്റൊമക്കിലെ പി എച്ച് എന്താണെന്നാണ് പച്ച മലയാളത്തിൽ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചു 1.8 അടുപ്പിച്ചാണ്. സോ ഇവിടെ 2 കൊടുക്കുക, 2 കൊടുത്തങ്ങ് വിടുക. Gastric digestion takes place efficiently in gastric digestion. Gastric digestion അസിഡിക് മീഡിയത്തിലാണോ, ബേസിക് മീഡിയത്തിലാണോ, ന്യൂട്രൽ മീഡിയത്തിലാണോ, നൺ ഓഫ് ദീസിലാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെയാ വരുന്നത്? ഗ്യാസ്ട്രിക് ജ്യൂസ് ഒക്കെ വന്നപ്പോൾ നമ്മൾ അവിടുത്തെ പി എച്ച് കണ്ടതാ 1.8 അടുപ്പിച്ച കണ്ടേ. അപ്പൊ എന്തായിരിക്കും? അസിഡിക് മീഡിയം. അസിഡിക് മീഡിയം. ദ ഇൻസിസർ ടൂത്ത് ഈസ് മീൻ ഫോർ. ഇൻസിസർ ടൂത്ത് എന്തിനായിരുന്നു ഞാൻ പറഞ്ഞത്? കട്ട് ചെയ്യണം, ബൈറ്റ് ചെയ്യണം. ഇൻസിസർ. The lining of the dash is converted with the outer part like finger-like called villi. SSCGD 2019. വില്ലി പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ. സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈൻ. വാട്ട് ഡസ് ട്രിപ്സിൻ ഡു? എന്താണ് ട്രിപ്സിൻ ചെയ്യുന്നത്? ട്രിപ്സിൻ എന്താ ചെയ്യുന്നത്? അലക്കുവാണോ, കുളിക്കുവാണോ? അല്ലല്ലോ. എന്താ ചെയ്യുന്നത്? ട്രിപ്സിൻ പ്രോട്ടീനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. പ്രോട്ടീനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. വിച്ച് ഗ്ലാൻഡ് സെക്രീറ്റ്സ് ബൈൽ ദ ഡൈജസ്റ്റീവ് ഫുഡ്? ഏത് ഗ്ലാൻഡാണ് ബൈല് സെക്രീറ്റ് ചെയ്യുന്നത്? പാൻക്രിയാസ് ആണോ, ലിവർ ആണോ, തൈറോയ്ഡ് ആണോ, ടെസ്റ്റിസ് ആണോ? ആരാണ്? ലിവറാണ്. ലിവറാണ്. ഇവിടെ സ്റ്റോർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പറയണേ ഗാൽ ബ്ലാഡർ. വിച്ച് ഓഫ് ദ ഓർഗൻ പ്രൊഡ്യൂസ് എൻസൈം ലിപ്പേസ്? എൻസൈം ലിപ്പേസ് ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പാൻക്രിയാസ് ഉണ്ട്, ലാർജ് ഇൻറ്റസ്റ്റൈൻ ഉണ്ട്, ലിവർ ഉണ്ട്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഉണ്ട്. പാൻക്രിയാസ് ഉണ്ട്, ലാർജ് ഇൻറ്റസ്റ്റൈൻ ഉണ്ട്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഉണ്ട്, ദെൻ എന്തൊക്കെയോ ഉണ്ട്. ആൻസർ എന്താണ്? സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈൻ വെച്ചിട്ടല്ലേ നമ്മൾ ലിപ്പേസിനെ കണ്ടത്. ലിപ്പേസ് എന്താണ് എന്നിട്ട് ചെയ്തത്? ലിപ്പേസ് എമൽസിഫൈഡ് ഫാറ്റിനെ ഗ്ലിസറോളും ഫാറ്റി ആസിഡുമായിട്ട് കൺവേർട്ട് ചെയ്തു. ശരിയല്ലേ? സിഗ്മോയിഡ് കോളൻ. സിഗ്മോയിഡ് കോളൻ ഏതിന്റെ പാർട്ടാണ്? ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ. പടം കാണിച്ചു തന്നാന്നേ. ഹ്യൂമൻ ഫീസസ് ഈസ് യെല്ലോ കളറിങ് ഡ്യൂ ടു പ്രസൻസ് ഓഫ് പിഗ്മെന്റ് കോൾഡ്. SSCGL 2016. ഹ്യൂമൻ ഫീസസ് എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ മറ്റേ നമ്മുടെ സിനിമയിൽ പറയത്തില്ലേ, തീട്ടത്തിന് വരെ മോഡേൺ പേരോ? സംഭവം അതാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഹ്യൂമൻ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് തീട്ടം. അതിന് ഈ പറയുന്ന യെല്ലോ കളർ കൊടുക്കുന്ന ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? യൂറോബിൻ. ആരാണ്? യൂറോബ്ലിൻ. യൂറോബ്ലിൻ പുറത്ത് വെച്ചേക്കുക. The acid secreted by gastric glands of human being which helps in the digestion of food. SSCGI 2019. സിട്രിക് ആസിഡ് ആണോ, ബോറിക് ആസിഡ് ആണോ, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണോ, സൾഫ്യൂരിക് ആസിഡ് ആണോ? ആരാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്, HCl. ഇനിയിപ്പോൾ അങ്ങനെ കണ്ടിട്ട് പേടിക്കാൻ നിൽക്കരുത്. HCl. അറേഞ്ച് ദ പാർട്ട് ഓഫ് ദ ഇൻഡസ്റ്റൈൻ ഇൻ ദ കറക്റ്റ് ഓർഡർ. ഞാൻ അപ്പോഴേ പറഞ്ഞു, ഞാൻ പറയുന്നൊന്നും കളയരുത്, നോക്കിക്കോണോന്ന്. എന്താണ് പറഞ്ഞത്? ഡ്യൂഡനം, ജജനം, ഇലിയം. ഡ്യൂഡനം, ജജനം, ഇലിയം. ഡ്യൂഡനം, ജജനം, ഇലിയം. ആ ഒരു ഓർഡറിലാണ് അത് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതൊക്കെയാണ് ക്വസ്റ്റ്യനായിട്ടുള്ളത്. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മനസ്സിലായില്ലെങ്കിലും ഒരു 2-3 തവണ എടുത്ത് കാണുക. എന്നിട്ട് ദെൻ നിങ്ങളുടെ യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെയിനായിട്ട് വരുന്നത്. പഠിക്കാൻ നോക്കുക.
നിങ്ങൾ ഒരുപാട് വാരി വലിച്ചും പഠിച്ചില്ലേലും കുഴപ്പമില്ല, അത്യാവശ്യം കാര്യങ്ങൾ അറിഞ്ഞു വെച്ചേക്കണം. ഒരുപാട് വാരി വലിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ജോലിയായിരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് കാട് കയറി പഠിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.